ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം. അതെ, നമ്മളിന്ന് എയർപോഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോട്ടിൻ്റെ എയർഡോപ്സ് 192 എന്ന മോഡലാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം പറ്റിയ ടൈമാണ് ഇത് പർച്ചേസ് ചെയ്യാൻ. ഇതിന് എങ്ങാണ്ട് 2000 സംതിങ് റേറ്റ് വരുന്നൊരു ഐറ്റമാണ്. ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇത് പർച്ചേസ് ചെയ്യാവുന്ന സാധനമാണ്. ബോട്ടിൻ്റെ സാധനമാണ്. അതേപോലെ നമുക്ക് ഈ ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിപൊളി വർക്ക് സാധനം തന്നെയാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. അതിൽ നമുക്ക് കാണാം എയർഡോപ്സ്. അതിൻ്റെ വില നോക്കണ്ട നിങ്ങൾ, അതിൽ 4000-ഓളം വില വരുന്നുണ്ട്. അത് MRP ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കവർ വന്നിട്ടുള്ളത്. അതിൽ തന്നെ വെളിയിൽ നമുക്ക് കാണാം 13mm ഡ്രൈവറാണ് വരുന്നത്. ENX ടെക്നോളജി ഉണ്ട്. അതേപോലെ IPX4 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ബ്ലൂടൂത്ത് 5.3 ആണ്. ടൈപ്പ് C ചാർജറാണുള്ളത്. അത് പിന്നെ നമുക്കിതിൽ ടെസ്ലയുടെ കൂട്ടൊരു ലൈറ്റും കൂടി ഇതിൻ്റെ കവറിൽ വരുന്നുണ്ട്. അതാണ് എനിക്കിത് വാങ്ങിക്കാൻ എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത സാധനം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്കപ്പോൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതേപോലെ നമുക്കിതിൽ 2 മൈക്ക് വരുന്നുണ്ട്. 2 മൈക്ക് വിത്ത് നോയിസ് ക്യാൻസലേഷൻ പക്കയാണ്. അതേപോലെ ഗെയിം കളിക്കാനൊക്കെ ഉള്ളവർക്ക് ലോ ലേറ്റൻസി സെറ്റിംഗും ഉണ്ട്. അതും നമുക്ക് മോഡ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് കേൾക്കാവുന്നതാണ്. അതേപോലെ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അതിട്ട് ഗെയിം കളിച്ചാൽ പക്കയാണ്. നിങ്ങൾക്ക് ലോ ലേറ്റൻസിയിൽ നിങ്ങൾക്ക് ഗെയിമിങ് ഒരു ലാഗ് ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റ് എപ്പോഴാണ് സ്ക്രീനിൽ കാണുന്നത്, എപ്പോൾ അതിൻ്റെ എഫക്റ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് ചെവി കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് സാധനം വരുന്നത്. ഇതിൽ ടെസ്റ്റുകളെ കൂട്ടൊരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ സാധനം കത്തുന്നത്. ഇതുണ്ടോ, കത്തുന്നുണ്ടോ? വൃത്ത് സാധനമല്ലയോ. ഓപ്പൺ ആക്കിയിട്ട് അടയ്ക്കുമ്പോൾ നമുക്കത് കത്തി നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ഇരുട്ടത്തൊക്കെ എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ് കാണാൻ. നമ്മളിപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയാൽ ഒരു 10 പേര് നമ്മൾ ഈ സാധനം എടുത്ത് തുറക്കുമ്പോഴേ നമ്മൾ നോക്കും. കാരണം അതുമാതിരി വെട്ടമുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല. ഇത് ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് ഇത്രയും വെട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നൈറ്റിൽ എത്ര കാണുമെന്ന് ഞാനത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കവറിൽ വരുന്നത് ടൈപ്പ് സിയുടെ ഡാറ്റ കേബിളാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ വരുന്നതിന് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ടൈപ്പ് സി ആണ് വരുന്നത്. ഇതിൻ്റെ പുറകിൽ നമുക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് വലിയ നീളമൊന്നുമില്ല. അപ്പം ഫോണിൻ്റെ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വന്നിട്ട് കുറേ സ്റ്റിക്കറും അവരുടെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെയാണ്. കുറേ സ്റ്റിക്കറുണ്ട്. ഇവരുടെ ബോട്ടിൻ്റെ ഏത് എയർപോർട്ട് വാങ്ങിച്ചാലും കുറേ സെയിം പോലത്തെ കുറേ സ്റ്റിക്കറുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തിനാണിത് തന്നെ എനിക്ക് മനസ്സിലാകും. പിന്നെ ഇത് 1 ഇയർ വാറണ്ടി കാർഡാണ്. അപ്പം നമുക്ക് ഇതുവരെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റിക്കറുകളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. എന്തിനാണെന്ന് അവർക്കും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. എന്തിനാണെന്ന് ആർക്കറിയാം. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അവരുടെ പുതിയ എയർഡോപ്സിൻ്റെ ഒക്കെ പരസ്യവും കാര്യങ്ങളുമായിട്ട് വലിയൊരു മാനുവൽ പോലെ സാധനം വരുന്നുണ്ട്. ഇതെല്ലാം ഒരു കാര്യവുമില്ല. ഇത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ഗെയിമിങ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ എയർഡോപ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും അതേപോലെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ 10mm 8mm ഡ്രൈവറൊക്കെയാണ് സാധാ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 13mm ഡ്രൈവർ കിട്ടുന്നുണ്ട്. അതേപോലെ 2 മൈക്ക് കിട്ടുന്നുണ്ട് വിത്ത് നോയിസ് ക്യാൻസലേഷനാണ്. പിന്നെ നമുക്ക് ബോട്ടിൻ്റെ മറ്റേ സിഗ്നേച്ചർ സൗണ്ട് വരുന്നുണ്ട്. അതേപോലെ ലോ ലേറ്റൻസി ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അതേപോലെ നമുക്കിതിൽ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വെക്കാനും എടുക്കാനും ഒക്കെ വളരെ സിമ്പിളാണ്. ഈ ലൈറ്റാണ് ഞാനിത് എടുക്കാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സാധനം. ഈ ലൈറ്റ് കത്തുന്നതാണ്. അതേപോലെ കയ്യിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. കുറച്ച് ബൾക്കിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ആ ഡിസൈനും ആ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു വന്നപ്പോൾ അത് നമുക്ക് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് സോൾവ് ചെയ്ത് പോകുന്ന സാധനമേ ഉള്ളൂ. അപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ആ സൈസ് അത്ര ബൾക്കിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ടച്ചും കാര്യങ്ങളും വരുന്നത്. പിന്നെ എക്സ്ട്രാ 2 ബുഷ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ചാർജിങ് പോയിൻ്റ് വരുന്നത്. ഒരു മൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ബുഷിൻ്റെ താഴെ ഇതാണ് ഒരു മൈക്ക്. പിന്നെ താഴെ ഒരു മൈക്ക് വരുന്നത്. ഇതാണ് 2 മൈക്ക് വരുന്നത്. മറ്റേതിലും അതേപോലെ തന്നെയാണ്. ഇതുപോലെ ഇതിനകത്ത് വെക്കാനായാലും നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റ് പക്ക സാധനമാണ്. പെട്ടെന്ന് അതിൽ കയറി അട്രാക്റ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. നേരെ കയറ്റി വെക്കുമ്പോൾ അത് വലിച്ചങ്ങ് എടുക്കുക. നമുക്ക് ഇങ്ങോട്ട് വെക്കുമ്പോൾ നമുക്ക് ഫീൽ ആകും. അതുകൊണ്ട് നമുക്ക് മറ്റേതിൻ്റെ കൂട്ട് നമുക്ക് തിരിഞ്ഞു പോയാലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിതിൻ്റെ നൈറ്റ് വ്യൂവും കാര്യങ്ങളും അതേപോലെ ചാർജ് ചെയ്യുമ്പോഴുള്ള പരിപാടിയൊക്കെ കാണിച്ചു തരാം. ചാർജ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഫുള്ള് കത്തി കിടക്കുന്നതാണ്. ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ചാർജ് ഫുള്ളാകുമ്പോൾ ഇത് ഈ മിന്നുന്ന ടൈം കുറഞ്ഞ് ചാർജ് ഫുള്ളാകുമ്പോൾ ഇത് കത്തി നിൽക്കും. ഈ റെഡ് ലൈറ്റ് ഫുള്ള് കത്തി നിൽക്കുമ്പോഴാണ് ഇത് ഫുൾ ചാർജ് ആയി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചാർജ് കയറി നിറയാറാകുമ്പോൾ ഈ മിന്നുന്നതിൻ്റെ ഡ്യൂറേഷൻ കുറയും.
എന്നിട്ട് അങ്ങനെയാണ് സംഭവം. കത്തി നിൽക്കുമ്പോൾ ഫുള്ളായി എന്നാണ് അർത്ഥം. അതേപോലെ നമ്മൾ ഒരു ഈ ചെവിയിലെ എടുത്തു കഴിഞ്ഞാൽ ആ ചെവിയിലെ ലൈറ്റ് കത്തത്തില്ല. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ വെളിയിൽ അടച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ബോക്സിനകത്തിൽ 1 2 ഉണ്ടോ എന്ന് നമുക്ക് അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതൊരു എനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. വേറെ ഒന്നിലും ഞാനത് കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ലെഫ്റ്റിലെ ഇയർബഡ് നമ്മൾ ചെവി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആണെങ്കിൽ നമുക്ക് ഒരു സൈഡിലെ ലൈറ്റ് മാത്രമേ അപ്പോൾ കത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് എയർപോഡ് അതിനകത്തുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ ഒട്ടും താമസിപ്പിക്കേണ്ട. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഓഫറുകൾ നടപ്പുണ്ട്, അതുപോലെ ആമസോണിലും ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പക്ക സാധനമാണ്, ഈ വാല്യൂ ഫോർ മണിയാണ് ഈ സാധനം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് പോകണേ.